നിലമ്പൂരിലെ യഥാർത്ഥ പോര് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDF ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന BDJS-ഓ NDA-യോ ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളും തമ്മിലല്ല. മറിച്ച് നിലമ്പൂരിലെ യുദ്ധം നിലമ്പൂരും വിട്ട് സംസ്ഥാന വ്യാപകമായി മാറിയിരിക്കുന്നു. അത് PV അൻവറും VD സതീശനും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടമായിട്ട് മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ഇപ്പോൾ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. LDF സർക്കാരിനെ താഴെ ഇറക്കലാണോ വാസ്തവത്തിൽ VD സതീശന്റെ ലക്ഷ്യം? അതിലുപരിയായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങൾ VD സതീശനില്ലേ എന്നുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ ഒതുക്കാനാണ് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ലക്ഷ്യം. അതൊരു നിഗൂഢ ലക്ഷ്യമാണ്. അതിനെക്കുറിച്ച് തനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ MP-യെ കാണാൻ ഇന്നലെ കോഴിക്കോട് എത്താൻ തന്നോട് പറഞ്ഞിരുന്നു. അത് പ്രകാരം 5 മണി മുതൽ വൈകിട്ട് 7:45 വരെ കോഴിക്കോട് പട്ടണത്തിൽ താൻ തേരാപ്പാര കാത്തിരുന്നു. എന്നാൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയാൽ UDF ചെയർമാൻ സ്ഥാനം ഞാൻ രാജിവെക്കും, കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെ പാവം KC വേണുഗോപാൽ എന്ത് ചെയ്യും എന്നാണ് അൻവർ ചോദിച്ചിരിക്കുന്നത്. D ബിനോയ് ചേരുന്നു. ഈ പ്രതിസന്ധി പുതിയ തലങ്ങളിലേക്ക് വളരുന്നു. VD സതീശനെതിരെ വലിയ ആരോപണം ഉയർത്തുന്നു. VD സതീശനും PV അൻവറും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിണറായിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെട്ട PV അൻവർ ഇപ്പോൾ VD സതീശനെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണോ? UDF ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ട് അഭിമുഖീകരിക്കുകയാണോ? D ബിനോയ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാര്യമായ രീതിയിൽ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ഉയർത്തിയിരുന്നില്ല എങ്കിൽ പോലും ചില വാചകങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇന്നത് പരസ്യ പോരായി മാറിയിരിക്കുന്നു. അതായത് PV അൻവറിൻ്റെ നേരിട്ടുള്ള പോരാട്ടം പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ അദ്ദേഹം കോഴിക്കോട് എത്തിയതും KC വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തിയതിനും തടയിട്ടത് VD സതീശനാണെന്ന തരത്തിലേക്കാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഒരു പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് കൂടിക്കാഴ്ച ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതിനൊപ്പം താൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ജോലിയിൽ നിന്നും പിന്നോക്കം പോകും എന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് KC വേണുഗോപാൽ പിന്മാറി ദില്ലിക്ക് പോയി അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വലിയ തരത്തിൽ ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PV അൻവർ ഉപയോഗിച്ചത് പിണറായിസത്തിനെതിരെ അല്ലെങ്കിൽ LDF സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ഈ പോരാട്ടമെങ്കിൽ തന്നെ ഒപ്പം നിർത്തണം എന്നൊരു നിർദ്ദേശം അന്ന് നേരത്തെ തന്നെ വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വീണ്ടും അതെടുത്തു പറയുന്നു. തന്നെ ഇവിടെ ഒതുക്കാനാണ് ശ്രമം നടത്തുന്നത്, തന്നെ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒതുക്കി മാറ്റാനാണ് ഒരു ശ്രമം VD സതീശൻ്റെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന്, UDF ചെയർമാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും പോര് വലിയ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ മുതൽ തന്നെ VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റും എടുത്ത ചില നിലപാടുകളുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും യാതൊരു കാരണവശാലും PV അൻവറുമായി നേരിട്ട് ചർച്ച നടത്തില്ല, ടെലിഫോണിൽ പോലും ബന്ധപ്പെടില്ല. ഇതിന് സംസ്ഥാനത്തെ മറ്റ് നേതാക്കളെ ചുമതലപ്പെടുത്തുകയായിരുന്നു, ലീഗിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ടും അൻവറിൻ്റെ മുമ്പിൽ കോൺഗ്രസ് നേതാക്കന്മാർ മുട്ടുമടക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിക്കെതിരെ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ച PV അൻവർ അത് തിരുത്തണം. ഒപ്പം തിരിച്ച് വരുന്നതിന് അല്ലെങ്കിൽ UDF-ലേക്ക് വരുന്നതിന് തടസ്സങ്ങളില്ല. പകരം ഒരു അസോസിയേറ്റ് മുന്നണിയായി അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായി ഒരു സഹകാരിയായി ഒപ്പം കൂട്ടാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് PV അൻവർ അംഗീകരിക്കാത്ത തരത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇന്നാണ് അവരുടെ സംസ്ഥാന സമിതി യോഗങ്ങൾ ചേരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തികച്ചും ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ UDF-ന്റെ ചെയർമാനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം, അതും അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. തന്നെ UDF-ലേക്ക് വരാൻ അല്ലെങ്കിൽ തൻ്റെ UDF പ്രവേശനത്തിന് വലിയ തരത്തിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് VD സതീശനാണെന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവർ തങ്ങളുള്ള പോര് വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ PV അൻവറിൻ്റെ UDF പ്രവേശനം സാധ്യമാകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം VD സതീശനെ പിണക്കിക്കൊണ്ട ഒരു തീരുമാനം യാതൊരു കാരണവശാലും സംസ്ഥാന കോൺഗ്രസ് എടുക്കില്ല. അത് നേരത്തെയൊക്കെ നമ്മൾ KPCC പുനഃസംഘടനാ സമയത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ VD സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആവശ്യങ്ങളിലൊന്ന് യാതൊരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിനെ UDF-ലൊപ്പം കൂട്ടണ്ട എന്നുള്ളതാണ്. ആ നിലപാട് തന്നെയാണ് KPCC പ്രസിഡന്റും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ രണ്ടു പേരും ഒരേ നിലപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ PV അൻവറിൻ്റെ മുന്നണി പ്രവേശനം അസാധ്യമാകും എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു പക്ഷേ ഇനി നിർണായക തീരുമാനങ്ങൾ എടുത്ത് രംഗത്തെത്തേണ്ടത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇന്ന്
സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ചർച്ചകൾ മുസ്ലിം ലീഗിന് ഈ നിമിഷങ്ങളിൽ ഇതേക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. രാഷ്ട്രീയമായ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും അവർ അകപ്പെട്ടു പോയിരിക്കുന്നു. കാരണം ഇത് കോൺഗ്രസിലെ ആഭ്യന്തരമായ പദവികളുമായി ബന്ധപ്പെട്ട അഭിമാന പ്രശ്നമായിട്ട് അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കാതെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ബഹുമാനിക്കാതെയും ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ ഒരു കാലത്ത് കോൺഗ്രസിനെ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് തള്ളിയിട്ട പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ വലിയ ആരോപണം ഉന്നയിച്ച അതേ വ്യക്തി, അതേ പ്രതിപക്ഷ നേതാവിനെ ആ വ്യക്തിയുടെ പദവിയെ മാനിക്കാതെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ സംവിധാനങ്ങളെ മാനിക്കാതെ മുന്നണി മര്യാദയെ തന്നെ ബാധകമാക്കാതെ പുറത്തു നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തുകൊണ്ട് ദേശീയ നേതൃത്വത്തെ സമീപിക്കുന്നു. അത് ഒരു തരത്തിലും വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ തീരുമാനം ആത്മാഭിമാനം കൊണ്ട് വി.ഡി. സതീശൻ എടുക്കുകയും കെ.സി. വേണുഗോപാലിനോട് അക്കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറയുകയും ചെയ്തിരിക്കുന്ന ഒരു ഇടത്തിലേക്ക് ലീഗിന് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഇവിടെ ലീഗിൻ്റെ ഇടപെടലിന് ഒരു വിലങ്ങുതടി തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ. ഒരു കാരണവശാലും UDF-ലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ UDF-നൊപ്പം ചേരണം എന്ന് PV അൻവറിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ അവരുടെ ചെയർമാന് എതിരെ, അതായത് UDF ചെയർമാനെതിരെ ഇത്തരത്തിൽ ഒരു പരസ്യ വിമർശനം ഉന്നയിക്കില്ലായിരുന്നു. കാരണം ഇതിനകത്ത് വ്യക്തിപരമായി തന്നെ അദ്ദേഹം എടുത്തുകൊണ്ട് പറയുന്നതാണ് തന്നെ ഒതുക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. മാത്രവുമല്ല പിണറായിസത്തിനെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിനെ കാണുന്നതിന് പകരം തനിക്കെതിരെ തന്നെ ഒതുക്കാനുള്ള ഒരു നീക്കമായി ഇതിനെ കാണുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള പിണക്കത്തിൻ്റെ അല്ലെങ്കിൽ പരസ്യപരമായ വിഴുപ്പലക്കലിൻ്റെ ഒക്കെ അകലം വല്ലാതെ കൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒരു സമവായ ചർച്ചയ്ക്കുള്ള സാധ്യതകളില്ല. അത് അടഞ്ഞുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. UDF പ്രവേശനം വഴിമുട്ടി എന്ന് തന്നെ പറയാമല്ലോ അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം KPCC പ്രസിഡന്റ് ഇടപെടുന്നില്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ ഇടപെടുന്നില്ല. പിന്നീട് അല്പമെങ്കിലും ഒരു ചെറിയ സ്നേഹം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ എന്നൊക്കെ പറയുന്നത് പോലെ അത് കാണിക്കുന്നത് മുൻ KPCC അധ്യക്ഷന്മാരായ രമേശ് ചെന്നിത്തലയും ഒപ്പം K. സുധാകരനുമാണ്. ഇവരും UDF-നൊപ്പം കൂട്ടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അൻവർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. പ്രധാനമായും അൻവറിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പരാതി തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കോൺഗ്രസിനെ വല്ലാതെ തുടിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ പിൻവലിച്ച് സ്വയം ചിന്തിച്ച് വരികയാണെങ്കിൽ UDF-ലേക്ക് എടുക്കാം എന്നാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞത്, KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞ്. അത്തരത്തിൽ ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് PV അൻവറാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകുന്നില്ല എന്നൊരു സൂചനയാണ് കോൺഗ്രസ് നേതാക്കന്മാരും നൽകുന്നത്. അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും. ഇനി ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ PV അൻവർ ഒരു പക്ഷേ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. MS തന്നെയാണ് ഏറ്റവും കാരണം. അൻവർ പ്രകോപനം ഉണ്ടാക്കുന്നു, കോൺഗ്രസിൽ ഭിന്നത ഉണ്ടാക്കാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന വേളയിൽ അവരുടെ ഗ്രൂപ്പ് യുദ്ധങ്ങൾ വളരെ സജീവമാവുകയും ഗ്രൂപ്പ് കലഹങ്ങൾ പ്രകടമാവുകയും ചെയ്തതിൻ്റെ ചരിത്രം K. കരുണാകരൻ, AK ആന്റണി മുതൽ ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലും പ്രകടമാണ്. ഇപ്പോഴും അത് പല രീതിയിൽ തുടരുന്നു. ഇപ്പോൾ അത് തുടരുന്നത് ആരാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലൊക്കെ തുടരുകയും ചെയ്യുന്നു. അതൊക്കെ ഏകദേശം മാറ്റിവെച്ചുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടോ അവർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സമയത്ത് അവരിലില്ലാത്ത, മുന്നണിയിലില്ലാത്ത ഒരു വ്യക്തി വലിയ രീതിയിലുള്ള തടസ്സമുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല, പാർട്ടിക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും നിലവിൽ വെടിമരുന്നിനടിയിലുള്ള തിരി പോലെ അണഞ്ഞു കിടക്കുന്ന ഒന്നിനെ ആളി കത്തിക്കാനും ശ്രമിക്കുന്ന നിലയിൽ പ്രകോപനമുണ്ടാക്കുന്നു, സ്ഫോടനാത്മകമായ പ്രകോപനമുണ്ടാക്കുന്നു PV അൻവർ എന്ന വിലയിരുത്തൽ വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്. അതിൻ്റെ അർത്ഥം ഇനി ഈ ഒരു തരത്തിലും ആ സാക്ഷ തുറക്കേണ്ടതില്ല, ആ സാക്ഷ അടച്ചിടാം, വാതിൽ കൊട്ടിയടയ്ക്കുന്നു, അകത്ത് നിന്ന് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് തന്നെ കോൺഗ്രസ് തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരും അല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വസ്തുതകളുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെ വലിയ തരത്തിൽ ആക്രമിക്കുന്ന ഒരു സ്വഭാവം, അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ല, അതിന് മുമ്പിൽ തന്നെ നമുക്കറിയാം നിയമസഭയിൽ 140 കോടി രൂപയുടെ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചത് PV അൻവർ. അതുകൂടാതെ KC വേണുഗോപാലിന് ഹിന്ദി അറിയാത്ത ആൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. ഇത്തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ PV അൻവർ ഉയർത്തിയിട്ടും അമ്പ് കൊള്ളാത്തവരായി ആരുണ്ട് കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ UDF നേതാക്കളിൽ PV അൻവറിന്റെ അമ്പ് കൊള്ളാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വലിയ തരത്തിൽ ആക്ഷേപിച്ചിട്ടുള്ള, അത് കളിയാക്കൽ എന്നല്ല, ആക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് PV അൻവർ. അന്ന് മുതൽ തന്നെ PV അൻവറിൻ്റെ UDF പ്രവേശനത്തോട് ആദ്യഘട്ടം മുതൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്ന ഒരാളാണ് VD സതീശൻ. പിന്നീട് കോൺഗ്രസിനകത്തെ ചില സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ചും K സുധാകരനെ പോലുള്ള നേതാക്കന്മാർ എപ്പോഴും PV അൻവറിനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിരുന്ന ആളാണ്. അത്തരത്തിൽ K സുധാകരനെ പോലുള്ള നേതാക്കന്മാർ, രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ചില PV അൻവറിനോട് കാണിച്ച ഒരു സ്നേഹം, ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണമെങ്കിൽ UDFിലേക്ക് എടുക്കാവുന്ന ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നത്. എന്നിട്ടും പൂർണ്ണ സമ്മതം നൽകിയില്ല. പലപ്പോഴായി അദ്ദേഹത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും ഒരു തുറന്ന സമീപനം, ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം അദ്ദേഹത്തിനെതിരെ നിയമസഭയിൽ വിവാദങ്ങൾ ഉന്നയിച്ചതാണ്. പിന്നീട് ഇടത് മന്ത്രിസഭയുമായി പിണങ്ങി പോയപ്പോഴേക്കും തന്നെ കൊണ്ട് ചിലർ പറയിപ്പിച്ചതാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ PV അൻവറിനെ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് ചില നേതാക്കന്മാർക്ക് വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ടായിരുന്നു. അത്തരം വിയോജിപ്പിൻ്റെ ചില തരംഗങ്ങളെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുന്നിൽ. അതാണ് അദ്ദേഹം പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യത്തിലോ PV അൻവറിൻ്റെ കാര്യത്തിലോ പരസ്യമായ ഒരു വിവാദം ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ മറുപടി പറയുന്നതിനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. പലപ്പോഴും പറഞ്ഞത് UDFിലേക്ക് വരുന്നതിന് തടസ്സമില്ല, അത് തീരുമാനിക്കേണ്ടത് PV അൻവറാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രസ്താവനകൾ ദോഷം ചെയ്യുക അൻവറിനാണ്. കാരണം അദ്ദേഹത്തിന് ഇനി പോകാൻ മറ്റൊരു ഇടമില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഒന്നുമല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു പക്ഷേ നിലമ്പൂരിൽ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെയോ ഇവിടെയൊക്കെ 1-2 സീറ്റുകൾ കൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. നിയമസഭയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല, മറ്റെങ്ങും നിന്ന് മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ മുന്നിലുണ്ടായിരുന്ന വഴികൾ ഓരോന്നോരോന്നായി അൻവർ തന്നെ അടച്ചുകൊണ്ടിരിക്കുന്നു. MS ഡി വിനോയാണ്